അവിടെ തസ്ബീഹ് നൽകി നീ ഞങ്ങളെ ഏറ്റവും നല്ല അചഞ്ചലചിത്തരായി, മനസ്സിന് യാതൊരു തരത്തിലുമുള്ള മാറ്റവുമില്ലാതെ അള്ളാഹുവാണ് റബ്ബെന്നും മുഹമ്മദാണ് നേതാവെന്നും ഖുർആനാണ് ഭരണഘടനയെന്നും ഇമാമും അതുപോലെ തന്നെ നേതാവും റസൂലുള്ളാഹിയാണെന്നും പറയാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മുസ്ലിമയിൽ ഉൾപ്പെടുത്തി വിശ്വാസികളായി തന്നെ മുസ്ലിമായ മരണം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ജീവിതത്തിലേക്ക് കടക്കുമ്പോ സഹാബിമാരായവരിൽ നിന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഏറ്റവും വലിയ ഭീകരതയെ കുറിച്ചുള്ള ഓർമ്മയാണ് ഖബർ ജീവിതമെന്നും ബർസഖി ജീവിതമെന്നും. പടച്ചവനെ, ഞങ്ങളുടെയും ഇവിടെ ഹാജരായ ഞങ്ങൾ മുഴുവൻ ഹാജിമാരുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും നേരത്തെ നിന്നിലേക്ക് യാത്രയായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാവരുടെയും ഖബറുകൾ പടച്ചവനെ നീ സ്വർഗീയ വെളിച്ചം കൊണ്ട് അതിനെ നിറയ്ക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ആ ഖബറിനെ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. പുനരുത്ഥാന നാൾ വരേക്കും ആ ഖബറിൽ സ്വർഗീയ വിരുന്നൂട്ടി സ്വർഗീയ അനുഭവങ്ങൾ നൽകി ബർസഖി സുഖങ്ങൾ നൽകി അല്ലാഹുവേ നീ അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم لا تجعل قبورنا وقبورهم حفرة അവരുടെ ഖബറുകളെ നീ നരകക്കുണ്ടാക്കരുത് തമ്പുരാനെ. അവർക്ക് പറ്റിയ തെറ്റുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹജ്ജോ ഒരു നോമ്പോ ഒരു നമസ്കാരമോ ഒന്നും ചെയ്യാൻ വകുപ്പില്ലാത്തവരാണ് പടച്ചവനെ. അവർക്ക് യാത്രയായി കഴിഞ്ഞു പടച്ചവനെ. ഞങ്ങൾ ഇവിടെ ബാക്കിയായതിന് പിന്നിൽ നിന്റെ വലിയ അനുഗ്രഹത്തോടൊപ്പം മരിച്ചു വന്നത് പടച്ചവനെ. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പടച്ചവനെ നിന്റെ വലിയ റഹ്മത്ത് കൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതകാലത്ത് അവർക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അവർ നന്മകൾ ചെയ്ത സ്വാലിഹീങ്ങളായിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം അവർക്ക് ഇരട്ടിക്കിരട്ടിയായി നീ എത്തിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിലും ഞങ്ങൾക്ക് നീ തുണയായി നിന്റെ ഇണക്കം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم آنس وحشتنا في القبور اللهم ارحم غربتنا تحت التراب يا رب العالمين. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം, പുനരുത്ഥാന ദിവസം, വിചാരണ ദിവസം, അതിന് തുല്യമായ ദിവസം നൽകി ഞങ്ങളെ യൗമു അറഫയിൽ പരീക്ഷിച്ച റബ്ബേ പടച്ചവനെ, നിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഞങ്ങള് ശൂന്യഹസ്തരായി നിൽക്കുകയാണ്. എന്താണ് സ്വന്തം വിധി എന്നറിയാതെ, അത് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്നറിയാതെ, എന്നല്ല വിചാരണ പോലും തുടങ്ങാതെ നിൽക്കുന്ന ഒരു സമയത്ത് اللهم علمنا تحت ظل عرشك يوم لا ظل الا ظلك يا رب العالمين. നിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഒരു ദിവസം നീ തണൽ നൽകുമെന്ന് വാഗ്ദാനം നൽകിയ അടിയാറുകളുടെ കൂട്ടത്തിൽ അങ്ങനെ നീ ഉൾപ്പെടുത്തി തരണമേ തമ്പുരാനെ. اللهم يسر حسابنا حسابا يسيرا اللهم اعطنا كتابنا بايماننا اللهم يا ربنا لا تؤتنا بشمالنا ولا من സന്തോഷപൂർവ്വം കിതാബ് ഏറ്റുവാങ്ങുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമേ തമ്പുരാനെ. കിതാബ് മേടിക്കുവാൻ മടിച്ചു നിൽക്കുന്ന, അതിൽ വൈമനസ്യം കാണിക്കുന്ന ഹതവാദ്യരുടെ കൂട്ടത്തിൽ നീ ഖുർആനിൽ വിശദീകരിച്ച കാഫിറുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല റബ്ബേ. അതിനുശേഷം സിറാത്തിലൂടെ നടക്കുന്ന ഘട്ടത്തിൽ കാലുകൾ വഴുതി പോകുന്ന നാളിൽ കാലുകൾ വഴുതി വീഴുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കാലുകൾ സിറാത്തിനുമേൽ ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ അവിടെ സ്ഥൈര്യപൂർവ്വം ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ. വേഗത്തിൽ ഞങ്ങൾക്ക് സിറാത്ത് കടക്കാൻ പറ്റുന്ന വലിയ സൗഭാഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കൊടുങ്കാറ്റ് പോലെ കടന്നു പോകാൻ പറ്റുന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളും അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ മക്കൾ
ഞങ്ങളുടെ ഭാര്യാഭർത്താക്കന്മാർ, ഞങ്ങളുടെ കുടുംബ ബന്ധുക്കൾ എല്ലാവരെയും ഓർത്തുകൊണ്ട് അവരുടെ എല്ലാ കാര്യവും നിന്നെ മുന്നിൽ വെക്കുന്ന ദിവസം കൂടിയാണ് പടച്ചവനെ. ഞങ്ങളുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ള എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അതിന്റെ എല്ലാ തോതിലും അളവിലും അറിയുന്നവനാണല്ലോ നീ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. اللهم اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم ارحمهم كما ربونا صغارا. اللهم ارحم والدانا كما ربونا صغارا. اللهم يا ربنا في يوم عرفة اغفر لوالدينا. اللهم ارحمهم وعافهم واعف عنهم يا رب العالمين. റബ്ബേ, ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, അവര് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും പൂർണ്ണമായ ആരോഗ്യവും നൽകണമേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും നിന്നെ അനുസരിച്ച് ജീവിക്കാനുള്ള അവസാന കാലത്ത് അത് വല്ലാത്തൊരു തൗഫീഖാണ് പടച്ചവനെ. ജീവിതത്തിന്റെ അവസാനം വരേക്കും ഈ വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിൽ അവർക്ക് നിന്നെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് ചില ഞങ്ങളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, അത്തരത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ മാതാപിതാക്കൾക്ക് അവരുടെ ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കണമേ തമ്പുരാനെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ തമ്പുരാനെ. ഞങ്ങൾ കുഞ്ഞുങ്ങളായപ്പോ വാപ്പാന്റെ നെഞ്ചിലെ ബേജാറ്, ഉമ്മയുടെ പെടാപ്പാട്, ഉമ്മ സഹിച്ച കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഉമ്മയുടെ ഉറക്ക നഷ്ടങ്ങൾ, ഉമ്മയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഗർഭധാരണവും മുലയൂട്ടലും മൂലം അവർ സഹിച്ച പാടുകൾ പടച്ചവനെ ഞങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണല്ലോ നീ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചത്. റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ എന്ന്. എപ്രകാരമാണോ അവർ ഞങ്ങൾക്ക് കരുണ തന്നത്, അതിന്റെ ഇരട്ടിക്കിരട്ടിയായി നീ കൊടുക്കുന്ന റഹ്മത്തിന്റെ ഖജനാവിൽ നിന്ന് നീ അവർക്ക് ചുരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. പട്ടിണി കിടന്ന്, പ്രയാസം കിടന്ന്, എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ട് അവർ ഞങ്ങളെ വളർത്തിയിട്ടുണ്ട് തമ്പുരാനെ. റബ്ബേ, നീ അവരോട് അതുപോലെ കരുണ കാണിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചവനെ, അവരിൽ നിന്ന് കൺകുളിർമ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم بارك في أهالينا وأزواجنا وذرياتنا وارزقنا الاستقامة في بيوتنا يا رب العالمين. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ദുആയിലെ ഏറ്റവും വലിയ സങ്കടവും യാചനയുമാണ് റബ്ബേ ഇത്. ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഒരൊറ്റൊരാൾ പോലും ബാക്കിയാകാതെ സ്വർഗത്തിലെത്തുന്ന ആ രംഗം നീ ഞങ്ങൾക്ക് സാക്ഷാത്കരിച്ച് തരണമേ തമ്പുരാനെ. ദുനിയാവിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. നാളെ പരലോകത്ത് വെച്ച് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് വീഴുപോവുകയും മറ്റുള്ളവർ സ്വർഗത്തിലാവുകയും ചെയ്യുന്ന ആ കഠിനമായ അവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുതേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ പോലും നീ നരകത്തിന് വിറകാക്കരുതേ തമ്പുരാനെ. കുടുംബസമേതം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാർ, കൺകുളിർമയായ മക്കൾ, പേരമക്കൾ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബത്തിലെ കൊച്ചുമക്കൾ, ഞങ്ങളുടെ കുടുംബത്തിലെ ചെറുപ്പക്കാർ, ഞങ്ങളുടെ കുടുംബത്തിലെ മുൻഗാമികൾ, അവർക്കെല്ലാം അല്ലാഹുവിനെ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പുണ്യപ്രവർത്തികൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പടച്ചവനെ, ഈ അറഫാ മൈതാനിയിൽ നിന്നോട് ഞങ്ങൾ യാചിക്കുകയാണ്. ഈ മണ്ണിന്റെ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം കൊണ്ടും അവരുടെ പദവികൾ ഉയർത്തി ഞങ്ങളോടൊപ്പം നീ അവരെ ചേർത്ത് നിർത്തണമേ തമ്പുരാനെ. ഞങ്ങള് ഒരു 231 പേരുള്ള കാഫിലയായിട്ടാണ് ഇവിടെ വന്നത് തമ്പുരാനെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുടെ ഹാജിമാരുടെ സങ്കടങ്ങൾ എണ്ണി പറയുക. 231 പേർക്കും അത്തരത്തിൽ സങ്കടങ്ങൾ 100 1000 അനവധിയായിട്ടുമുണ്ട്. ഉള്ളറിയുന്ന റബ്ബേ, നീ അവരുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കണമേ തമ്പുരാനെ. എന്ത് നല്ല നീയത്തിലാണോ അവർ ഈ ഹജ്ജിനായി പുറപ്പെട്ടത്, എന്ത് ഭൗതികവും പാരത്രികവും ഉഖറവിയും ദുനിയവുമായ ലക്ഷ്യങ്ങൾ അവർ നിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടോ, പ്രാർത്ഥനയാക്കി ലക്ഷ്യം വെച്ചിട്ടുണ്ടോ, പടച്ചവനെ നീ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ കേരള ഹജ്ജ് ഗ്രൂപ്പില് ഞങ്ങളോടൊപ്പം ഈ അറഫാ മണ്ണിൽ ഇരിക്കുന്നവര് ഈ യാത്രയിലുടനീളം ഒരേ തമ്മിൽ കഴിഞ്ഞ് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരു കുടുംബം പോലെ ജീവിച്ചവർ, ഞങ്ങൾ പരസ്പരം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് റബ്ബേ. ഇവരിൽ ഓരോരുത്തരും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, ആ സങ്കടങ്ങൾ പേറിയിട്ടാണ് അവരിവിടെ വന്നിട്ടുള്ളത്. പുറത്തു പറയാത്ത എത്രയോ വിഷമങ്ങൾ അവർക്കുണ്ട്. ഗ്രൂപ്പിൽ അവർ
വസിയത്ത് ചിലരൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ചിലരൊന്നും പറയാത്തവരുണ്ട്. പടച്ചവനെ, നല്ല മനസ്സിന്റെ നല്ല പ്രാർത്ഥനകൾ അറിയുന്ന റബ്ബേ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും മനസ്സിലെ എല്ലാ നല്ല ഉദ്ദേശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞ കുടുംബജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ, സമാധാനമില്ലാതെ മനസ്സ് തകർന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. പടച്ചവനെ, അവരുടെ കുടുംബജീവിതത്തിൽ ഇണക്കം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പരസ്പരമുള്ള സഹകരണവും അടുപ്പവും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗും നൽകി പരസ്പരമുള്ള അവരുടെ മനസ്സിലാക്കലുകൾ നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.